ഹലോ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും 10ാം ക്ലാസ്സിലെ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഹിന്ദിയിലെ പ്രശസ്ത കഥാകാരൻ ശ്രീ പ്രേംചന്ദിൻ്റെ ഠാക്കുർ കാ കുആ എന്ന മഹത്തായ കഥ. അതിലെ രണ്ട് പാർട്ട് കഴിഞ്ഞു. മൂന്നാമത്തേതും അവസാനത്തേതുമായ ഭാഗമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, രോഗിയായ ജോക്കുവിന് വെള്ളം കുടിക്കാൻ രണ്ടാമത് സന്ധ്യാസമയത്ത് ഇരുട്ടത്ത് ഠാക്കൂറിൻ്റെ കിണറിന് സമീപത്തെത്തിയിരിക്കുന്ന ഗംഗി വെള്ളം കോരാൻ വേണ്ടി കിണറിൻ്റെ അടുത്ത് എത്തിയിരിക്കുമ്പോൾ ആരോ വരുന്നത് കേട്ട് ഒരു മരത്തിൻ്റെ ഇരുളടഞ്ഞ ഭാഗത്ത് പോയി ഒളിച്ചിരിക്കുകയാണ്. രണ്ട് സ്ത്രീകൾ വെള്ളം എടുക്കാൻ വരുന്നതായിരുന്നു അത്. ഓക്കെ, കഥ നമുക്ക് തുടർന്ന് കേൾക്കാം. കുയേ പർ സ്ത്രീയാം പാനി ഭർനെ ആയി തീ. കിണറിൽ സ്ത്രീകൾ വെള്ളം എടുക്കാൻ വന്നതായിരുന്നു. കുയേ പർ സ്ത്രീയാം പാനി ഭർനെ ആയി തീ. കിണറ്റിൽ സ്ത്രീകൾ വെള്ളമെടുക്കാൻ വന്നതായിരുന്നു. ഇൻമേം ബാത്ത് ഹോ രഹി തീ. ഇൻമേം ബാത്ത് ഹോ രഹി തീ. അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. അത്രയാണ്. രണ്ട് സ്ത്രീകളുണ്ട്. അവർ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. പക്ഷെ അവർ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു. ഖാന ഖാനി चले और हुक्म हुआ कि ताज़ा पानी भर लाओ, गड्ढे के लिए पैसे नहीं है. എന്നിട്ട് പറയാം, ഖാന ഖാനെ ചലെ ഔർ ഹുക്മ ഹുവാ കി താസാ പാനി ഭർ ലാവോ. ഭക്ഷണം കഴിക്കാൻ പോയതായിരുന്നു, അപ്പോഴേക്കും ഉത്തരവ് കിട്ടി. ഖാന ഖാനെ ചലെ, ഭക്ഷണം കഴിക്കാൻ പോയതായിരുന്നു. ഔർ ഹുക്മ ഹുവാ, അപ്പോഴേക്കും ഉത്തരവ് കിട്ടി. കി താസാ പാനി ഭർ ലാവോ. താസാ പാനി ഭർ ലാവോ, നല്ല വെള്ളം നിറച്ചു കൊണ്ടുവരൂ. താസാ പാനി, നല്ല വെള്ളം നിറച്ചു കൊണ്ടുവരൂ. ഗഡേ കെ ലിയെ പൈസ നഹി ഹേ. കുടത്തിന് പൈസ തരുന്നില്ലേ. കുടത്തിന് പൈസ തരുന്നില്ലേ. ഖാന ഖാനെ ചലേ, ഭക്ഷണം കഴിക്കാൻ പോയതായിരുന്നു. അവർ ഹുക്മ ഹുവ, അപ്പോഴേക്കും ഉത്തരവ് കിട്ടി. കി താസാ പാനി ഭർ ലാവോ, നല്ല വെള്ളം കൊണ്ടുവരൂ. ഗഡേ കെ ലിയെ പൈസ നഹി ഹെ, കുടത്തിന് പൈസ തരില്ലേ. ഹം ലോഗോം കോ ആരാം സെ ബൈഠേ ദേഖ് ജൈസെ മർദോം കി ജലൻ ഹോത്തി ഹെ. ഹം ലോഗോം കോ ആരാം സെ ബൈഠേ ദേഖ് ജൈസെ മർദോം കോ ജലൻ ഹോത്തി ഹെ. ഞങ്ങളെ സ്വസ്ഥമായിരിക്കുന്നത് കണ്ടാൽ പുരുഷന്മാർക്ക് ദേഷ്യം വരും. ഓക്കെ, हम लोगों को आराम से बैठे देकर. हम लोगों को, ഞങ്ങൾക്ക്, ഞങ്ങളെ എന്നർത്ഥം. ആരാം സെ ബൈഠേ ദേക്കർ, സ്വസ്ഥമായിരിക്കുന്നത് കണ്ട. ജൈസെ മർദോം കോ ജലൻ ഹോത്തി ഹെ, ചില പുരുഷന്മാർക്ക് ദേഷ്യം വരും. ഹാം യഹ് തോ ന ഹുവാ കി കൽസിയ ഉടാക്കർ ബർലാത്തെ. ഹാ यह तो न हुआ कि कलसिया उड़ाकर बरलाते. അവർ പോയി ചെറിയ കുടം പോലും നിറച്ചു വരില്ല. ഹം ലോഗോം കോ ഹാം യഹ് തോ ന ഹുവ, ഇത് ചെയ്യില്ല. കി കൽസിയ ഉടാക്കർ ബർലാത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുടം പോലും നിറച്ചു വരില്ല. ബസ് ഹുക്മ ചലാദിയ, പക്ഷെ എന്ത് ചെയ്യും? ഹുക്മ ചലാദിയ, കൽപ്പിക്കും. ഹുക്മ ചലാദിയ എന്ന് പറഞ്ഞാൽ ഹുക്മ എന്ന് പറഞ്ഞാൽ കൽപ്പന, കൽപ്പിക്കും. ചലാദിയാക്കി താസാ പാനി ലാവോ ജൈസെ ഹം ലൗട്ടിയോ ഹീതോ. ഹുക്മ ഹിയാക്കി താസാ പാനി ലാവോ, നല്ല വെള്ളം കൊണ്ടുവരാൻ കൽപ്പിക്കും. വെറുതെ ഉത്തരവിടും, നല്ല വെള്ളം കൊണ്ടുപോവാ. പിന്നെന്താ പറഞ്ഞേ? ഹം ജൈസെ ഹം ലൗഡിയാം ഹി തോഹേ, നമ്മൾ വേലക്കാരികളാണല്ലോ. അതായത് നമ്മൾ വേലക്കാരികളാണെന്ന പോലെ എപ്പോഴും എന്ത് ചെയ്യും? വെറുതെ ഇരിക്കണം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർ ഓർഡർ ഇടും, കൽപ്പിക്കും. അപ്പം പറയുന്നത് ആണുങ്ങൾ എന്ത് ചെയ്യും? പെണ്ണുങ്ങൾ വെറുതെ അവിടെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? വെള്ളം കൊണ്ടുവരാൻ. ഒരു പണിയില്ലെങ്കിൽ ഇതിനെങ്കിലും പറഞ്ഞയക്കും. വെറുതെ ഇരിക്കാൻ നമ്മളെ സമ്മതിക്കില്ല എന്നാണ് സ്ത്രീകൾ ഇങ്ങനെ പരസ്പരം സംസാരിക്കണം. അവരുടെ അവിടേക്ക് വെള്ളം കോരുമ്പോൾ അവരെന്തെങ്കിലും പറയണ്ടേ. അപ്പം ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ,
लौटियाम नहीं तो और क्या हो तुम, रोटी कपड़ा नहीं पाती, 10-5 रुपये भी छीन झपट कर ले ही लेती हो, और लेटियां कैसी होती है. ഒന്നുകൂടെ വായിക്കാം. ലൗഡിയാം ലൗട്ടിയാം നഹീത്തോ, ലൗട്ടിയാം എന്നാണ് കേട്ടോ. ലൗട്ടിയാം നഹീത്തോ ഔർ ക്യാ ഹോ തും, വേലക്കാരികളല്ലാതെ വേറെ ആരാണ് നിങ്ങൾ. ലൗട്ടിയാം നഹീത്തോ, വേലക്കാരല്ലെങ്കിൽ. ഔർ ക്യാ ഹോ തും, പിന്നെ നിങ്ങൾ വേറെ ആരാ. വേലക്കാരികളല്ല, നിങ്ങൾ ആരാണ്. रोटी कपड़ा नहीं पाती, रोटी कपड़ा नहीं पाती. നിങ്ങൾ ആഹാരവും വസ്ത്രവും കിട്ടുന്നില്ലേ. റോട്ടി കപ്പട നഹി പാത്തി. റോട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരം എന്നാണ്. റൊട്ടി അവിടുത്തെ നമ്മളിവിടെ ഭക്ഷണം ചോറ് ഉണ്ടാക്കുന്നത് പോലെ അവിടുത്തെ മെയിൻ ഭക്ഷണം എന്നുള്ളൊരു വാക്കാണ് റൊട്ടി എന്നാണ്. റോട്ടി എന്ന് പറയും. റൊട്ടി റൊട്ടി കപ്പട നഹി പാത്തി, ആഹാരവും വസ്ത്രവും നിങ്ങൾക്ക് കിട്ടുന്നില്ലേ. 10-5 रुपये भी छीन झपट कर ले ही लेती हो, 5-10 രൂപയൊക്കെ തട്ടിയെടുക്കാറുമില്ലേ. അവർ ലൗട്ടിയാം കൈസി ഹോത്തി ഹെ, നമ്മൾ വേലക്കാരികളാകാതെ തന്നെ ആണെന്ന പോലെ നമ്മൾ വേലക്കാരികൾ പിന്നെ എങ്ങനെയാ. അപ്പോൾ ഇവിടെ പറയുന്നത് ലൗട്ടിയ നഹീത്തോ അവർ ക്യാത്തും, വേലക്കാരികളല്ലാതെ നിങ്ങൾ ആരാണ്. റോട്ടി കപ്പട നഹി പാത്തി, നിങ്ങൾക്ക് വസ്ത്രവും അതുപോലെ തന്നെ റൊട്ടി എന്ന് പറഞ്ഞാൽ ആഹാരം, കപ്പട എന്ന് പറഞ്ഞ വസ്ത്രം, ആഹാരവും വസ്ത്രവും കിട്ടുന്നില്ലേ. 10-5 രൂപയെ ബി ചീൻ ചാപ്പട്കർ ലേ ഹി ലേത്തി ഹെ, 5-10 രൂപ തട്ടിയെടുക്കാറുമില്ലേ. ലൗട്ടിയ കൈസി ഹൊത്തി ഹെ, പിന്നെ എങ്ങനെ വേലക്കാരാവാതെ പിന്നെ എങ്ങനെയാണ്. വേലക്കാരികളാണെന്ന പോലെ വേലക്കാരികൾ പിന്നെ എങ്ങനെയാ. ഇവരുടെ സംസാരമാണ്. ഓക്കെ, അത്ര പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്നല്ല, ജസ്റ്റ് വായിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. മത് ജലാവോ ദീദി चीन भर आराम करने को जी तरस कर रह जाता है. इतना काम किसी दूसरे के घर कर देती तो इससे कहीं आराम से रहती. ऊपर से वह एहसान मानता. यहाँ काम करते करते मर जाओ, पर किसी का मुंह ही सीधा नहीं होता. उन्होंने वाक्या मत लचाओ दीदी, चीन भर आराम करने को जी तरस कर रह जाता है. इतना काम किसी दूसरे के घर कर देती तो इससे कहीं आराम से रहती. ऊपर से वह एहसान मानता. यहाँ काम करते करते मर जाओ, पर किसी का मुंह ही सीधा नहीं होता. അതായത് നമ്മുടെ സ്ത്രീകൾ പിന്നെയും ഇങ്ങനെ പെറുപിറുത്തുകൊണ്ടിരിക്കണം, അവർ പരസ്പരം സംസാരിക്കണം. അതായത് മരത്തിന്റെ പുറകിൽ ഒളിച്ചിരിക്കുകയാണ് നമ്മളുടെ ഗംഗി. അപ്പൊ ഗംഗി ഒളിച്ചിരിക്കുമ്പോൾ വെള്ളം കോരാൻ വരുന്ന 2 സ്ത്രീകൾ സംസാരിക്കുന്ന കാര്യങ്ങളാണ് കേൾക്കുക. അപ്പൊ അവർ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഒരു പറയാണ്, മത്ത് ലച്ചാവോ ദീദി, കളിയാക്കല് ചേച്ചി. चीन भर आराम करने को जी तरस कर रह जाता है. വീട്ടിൽ കളിയാക്കല് ചേച്ചി, ഒരു നിമിഷം വിശ്രമിക്കാൻ മനസ്സ് കൊതിക്കുന്നു. चीन भर आराम करने को जी तरस कर रह जाता है. അതായത് കുറച്ചു നേരമെങ്കിലും ഒന്ന് വിശ്രമിക്കാൻ കൊതിയാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് മനസ്സിലാക്കുന്നത് അവർക്ക് എന്ത് ചെയ്യില്ല, റെസ്റ്റ് തീരെ കിട്ടുന്നില്ല. അതാണ് മനസ്സിലാക്കുന്നത്. ഇത്തന കാം കിസി ദൂസരെ കെ ഘർ കർ ദേത്തി തോ ഇസ്സെ കഹി ആരാം സേ രഹതി ഹെ. ഇത്രയും ജോലി മറ്റാരുടെയെങ്കിലും വീട്ടിൽ പോയി ചെയ്താൽ ഇതിലും സ്വസ്ഥമായി ഇരിക്കാം.
ഇത്തന കാം ഇത്രയും ജോലി കിസി ദൂസരേക്ക് ദൂസരേ നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട് ദൂസര രണ്ടാമത്തെ തീസര മൂന്നാമത്തെ എന്നൊക്കെ അല്ലേ ഇത്തന കാം കിസി ദൂസരേക്ക് ഗർ രണ്ടാമത്തെ അല്ലെങ്കിൽ വേറെ ആളുകളെ നടത്തണ്ടേ ഇത്തന കാം ഇത്രയും ജോലി കിസി ദൂസരേക്ക് ഗർ കർ ദേത്തിത്തോ അതായത് വേറെ ഏതെങ്കിലും വീട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ ഇസിസെ കഹീം ആരാം സേ രഹത്തി ഇതിനേക്കാൾ കൂടുതൽ റെസ്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതേ പണിനെ വേറെ സ്ഥലത്ത് പോയാലും പിന്നെ നമുക്ക് എന്ത് ചെയ്യും, ഒരു റെസ്റ്റ് കിട്ടും. ഊപ്പർ സേ വഹ് എസാൻ മാൻത അതിനേക്കാൾ ഉപരി അവർക്ക് അതിൻ്റെ ഒരു നന്ദി ഉണ്ടാവുന്നു. യഹാം കാം കർത്തെ കർത്തെ മർജാവോ ഇവിടെ ജോലി ചെയ്ത് ചത്താലും പർ കിസി കാ മുഹ് ഹി സീതാ നഹി ഹോത്ത ആരുടെ മുഖവും തെളിയില്ല. ഇവർ വീണ്ടും പരാതി പറയുന്നത് ഇത്രേ ഉള്ളൂ. പിന്നെ പറയുമ്പോൾ മറ്റാൾ പറയുമ്പോൾ ചേച്ചി കളിയാക്കണം, പറഞ്ഞു മത്ത് ലച്ചാവു ദീദി കളിയാക്കല് ചേച്ചിന്ന്. ചീൻ പർ ആരാം കർണേക്കോ ജി തരസ്കാർ രഹ ജാത്ത ഹെ കുറച്ച് നേരമെങ്കിലും റെസ്റ്റ് ഇയാളെ കൊതിക്കൊണ്ടാണ്. പിന്നെ പറയണേ ഇത്തന കാം കിസി ദൂസരേക്ക് ഗർ കർ ദേത്തി തോ ഇസിസെ കഹി ആരാം സെ രേത്തി ഇതേ പണി വേറെ ഏതെങ്കിലും വീട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ സമാധാനമായിട്ടിരിക്കാം. ഊപ്പർസെ അതിനും അപ്പുറം വഹ് എഹ്സാൻ മാൻത അതിൻ്റെ ഒരു നന്ദി അവർക്കുണ്ടാവും. യഹാം കാം കർത്തെ കർത്തെ മറിച്ചാവോ ഇവിടെ ജോലി ചെയ്തിട്ട് ചത്താലും പർ കിസി കാ മുഹ് സീത നഹി ഹോത്ത പലരുടെയും മുഖം പോലും തെളിയില്ല. കാരണം എത്ര ജോലി ചെയ്താലും ഒരു തൃപ്തി ആളുകൾക്ക് ഇല്ല എന്നുള്ളൊരു പരാതിയാണ് ഇതിൽ നിന്ന് അവർ പറയുന്നത്. ഓക്കെ, ഠാക്കൂറിൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന വേലക്കാരികളുടെ സംസാരങ്ങളാണ് കേട്ടോ, അവരുടെ സംസാരം. ഇത് ചിലപ്പം വാർത്താലാപാക്കാനൊക്കെ ഉണ്ടാവും. ഓക്കെ, ജസ്റ്റ് കഥകൾ മനസ്സിലാക്കാം. അതിലെ ലാസ്റ്റ് പാരഗ്രാഫ് ദോനോം പാനി ബർക്കർ ചലി ഗൈ അതായത് രണ്ട് സ്ത്രീകൾ വെള്ളം നിറയ്ക്കാൻ വേണ്ടി വന്നിട്ടുള്ള വെള്ളം നിറയ്ക്കുമ്പോഴുള്ള സംസാരമാണ്. ആ സംസാരം മുഴുവൻ എന്താ വെച്ചാൽ ജോലികളെ കുറിച്ചുള്ള പരാതികളും പിന്നെ ആ ഠാക്കൂറിന്റെ വീട്ടിലെ ആളുകളുടെ കുറ്റങ്ങളാണ് അവർ പറയുന്നുണ്ടാകുന്നത്. ഓക്കെ, അല്ല നല്ല കാര്യങ്ങളൊന്നല്ല പറയുന്നുണ്ടാകുന്നത്. അങ്ങനെ ദോനോം രണ്ടുപേരും പാനി ബർക്കർ വെള്ളം നിറച്ചിട്ട് ചലികൈ പോയി. അപ്പോ പോയപ്പോൾ ഗംഗി വൃക്ഷിക്ക് ചായാസെ നിക്കലി ഗംഗി എന്ന് പറഞ്ഞാൽ ഗംഗി തന്നെ. വൃക്ഷിക്ക് ചായാസെ മരത്തിന്റെ മറവിൽ ഛായ പറഞ്ഞ നിഴലിൽ നിന്നൊക്കെ അർത്ഥം. മരത്തിന്റെ നിഴലിൽ നിന്ന് നിക്കലി പുറത്തു വന്നു. അവർ കുയേക്ക് ജഗത്ത് കെ പാസ്സായി കിണറിന്റെ ആ സ്ഥലത്തേക്ക് അതിന്റെ അടുത്തേക്ക് എത്തി. ഓക്കെ, അപ്പൊ ഇവര് പോയപ്പോഴേക്കും ഗംഗി വന്നു അല്ലെ, മടങ്ങി വന്നിട്ട് എന്തിന്റെ അടുത്തെത്തി, കിണറ്റിന്റെ അടുത്തേക്ക് എത്തി. ഓക്കെ, അതിന്റെ അടുത്തേക്ക് എത്തി. ബേഫിക്രെ ചലേ ഗയത്തെ ബേഫിക്രെ ചലേ ഗയത്തെ അതായത് നമ്മളുടെ ഈ ഠാക്കൂറിന്റെ വീട് ഈ കിണറിന്റെ തൊട്ടപ്പുറത്തുണ്ട്. അവിടെ വീട്ടിന്റെ മുറ്റത്ത് കുറച്ച് ആളുകൾ ഇങ്ങനെ ഓരോ നോണയൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെടി പറയാന്ന് പറയും. ഓരോ നോണകൾ ഇങ്ങനെ പറയും, വെറുതെ എന്തെങ്കിലും സംസാരിക്കില്ലേ, ആവശ്യമില്ല ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ. അങ്ങനെ വർത്താനം പറഞ്ഞ് കുറച്ച് ആളുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ഗംഗി വരുന്ന സമയത്ത് അവിടെ വീടിന്റെ മുന്നത്ത് കുറച്ച് ആളുകൾ ഇരിക്കുന്നതാന്ന് പറയില്ലേ, അവരൊക്കെ പോയി. ഓക്കെ, ഇപ്പൊ വീടിന്റെ മറുത്ത് ഠാക്കൂറിന്റെ വീടിന്റെ മറുത്തൊന്നും ആരുമില്ല, നല്ല സമാധാനമായ സമയമാണ്. ഠാക്കൂർ ബി ദർവാസ ബന്ദ് കർ അന്തർ ആംഗൻ മേ സോനെ ജാ രഹേ थे. ഠാക്കൂറും ദർവാസ ബന്ദ് കർ ദർവാസ എന്ന് പറഞ്ഞ വാതില് ബന്ദ് കർ അടച്ചിട്ട് അന്തർ അകത്ത് ആംഗൻമേ മുറ്റത്ത് അവര് നടുമുറ്റമുണ്ട്. സോനെ ജാ രഹേ थे എന്ന് പറഞ്ഞു അകത്ത്. അത് ഠാക്കൂറും ഉറങ്ങാൻ പോയി വാതിലടച്ച് അകത്തെ മുറ്റത്ത്. അവിടുത്തെ വീട് നമ്മുടെ വീട് പോലെ തന്നെ ചുറ്റോറും വീടാണ്, ഒരു നടുക്കിലാണ്, അങ്ങനെ ഒരു സിസ്റ്റമാണ്. അപ്പൊ അവിടേക്ക് ഉറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. ഗംഗീനെ ക്ഷണിക് സൂക്കി സാസ്ലി ഒന്നുകൂടി വായിക്കാം. ഗംഗീനെ ക്ഷണിക് സൂക്കി ഗാസ്ലി ഗംഗി നൈമിഷികമായ സുഖത്തിന്റെ നെടുവീർപ്പിട്ട് പറഞ്ഞ അവൾക്ക് ചെറിയൊരു ആശ്വാസമായി. ഹാവു ആരുമില്ല, സമാധാനം, അങ്ങനെ സമാധാനം ഇങ്ങനെ എന്ത് ചെയ്യാം, സുഖമായിട്ട് വെള്ളം കോരാന്ന് വിചാരിച്ച് അതൊരു ആശ്വാസമാണ് നെടുവീർപ്പ്. കിസി തരഹ്
मैदान तो साफ हुआ किसी तरह मैदान तो साफ हुआ എങ്ങനെയൊക്കെയോ മൈതാനം വിജനമായി. ഓക്കെ, അവിടെ എന്താ പറഞ്ഞ അവിടുത്തെ ആളുകളൊന്നും ഇല്ല, അപ്പൊ സമാധാനമായി കേട്ടോ. അമൃത് ചുരാ ലാനെ കെ ലിയേ ജോ രാജകുമാർ കിസി ജമാനെ മേ ഗയാ താ किसी तरह मैदान तो साफ हुआ अमृत चुरा लाने के लिए राजकुमार किसी जमाने में गया था. ഓക്കെ, എങ്ങനെയൊക്കെയോ മൈതാനം വിജനമായി. ഏതോ കാലത്ത് അമൃതം മോഷ്ടിക്കാൻ പോയ രാജകുമാരൻ പോലും കിസി ജമാനെ രാജകുമാർ കിസി ജമാനേമി ഗയാത്ത രാജകുമാരൻ പോലും ഒരു പക്ഷെ ഇത്രയും ശ്രദ്ധയോടെയും ചിന്തിച്ചുറപ്പിച്ചിട്ട് പോയിണ്ടാവില്ല എന്ന്. കാരണം വെച്ചാൽ അത്രയും ശ്രദ്ധിച്ചിട്ടാണ്. വഹബി ഷായത് ഇത്തനി സാവധാനി കെ സാത്ത് അവർ സമച്ച് ബുച്ചാക്കർ ന ഗയാഹോ. ഒന്നുകൂടി വായിച്ചുതരാം. അതായത് ഗംഗയുടെ അവസ്ഥ തന്നെ. വെള്ളം കോരുമ്പോൾ ഠാക്കൂറിന്റെ വീട് അടുത്തുണ്ട്, അവിടെ ആളുകളുടെ അതൊക്കെ അറിയാം. അപ്പോൾ അത് എന്തുപോലെ എന്നാണ് പറഞ്ഞത്. അമൃത് ചുരാ ലാനെ കേലിയ അമൃതം കട്ടെടുക്കാൻ വേണ്ടിയിട്ട് ജോ രാജകുമാർ ഏതോ രാജകുമാരൻ കിസി ജമാനേമേ ഗയാത്ത അമൃത് കട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഏതോ രാജകുമാരൻ മോഷ്ടിക്കാൻ പോയില്ലേ. വഹുബി അവൻ പോലും ഷായത് ഒരു പക്ഷേ ഇത്തിനി സാവധാനി എന്ന് പറഞ്ഞ ശ്രദ്ധ ഇത്ര ശ്രദ്ധയോടുകൂടി കെ സാത്ത് അവർ സമച്ച് ബുജുക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ചിന്തിച്ചുറപ്പിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇന്ന ഗയാഹോ ആള് പോലും ഇത്ര എഫർട്ട് എടുത്തിട്ടുണ്ടാവില്ല. അത്രയും എഫർട്ട് എടുത്തിട്ടാണ്. അതായത് ഏതോ ഒരു കഥയിൽ രാജകുമാരൻ അമൃതം കട്ടെടുക്കാൻ എത്രമാത്രം ശ്രദ്ധിച്ചിട്ടാണ് ആലോചിച്ചുറപ്പിച്ചാൽ പോയേക്കണേ. അതിനേക്കാൾ ശ്രദ്ധിച്ചിട്ടാണ് ഗംഗി ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ വേണ്ടിയിട്ട് പോയേക്കണത്. ഗംഗി ദബേ പാവ് കുയേക്കി ജഗത്ത് പർ ചടി ഗംഗി ദബേ പാവ് കുയേക്കി ജഗത്ത് പർ ചടി. ഗംഗി ദബേ പാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമർത്തിയ കാൽവെപ്പുകളോടെ കിണറ്റ് കുയേക്കി ജഗത് പർ ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണറ്റിൻ കരയിലേക്ക് കയറി. മെല്ലെ പതുങ്ങി കാല് അമർത്തുമ്പോൾ ശബ്ദം കേൾക്കാൻ പറ്റുമല്ലോ, അങ്ങ് ആ രീതിയിലാണ് പതിച്ചിട്ടാണ് കാല് വെക്കേണ്ടത്. അങ്ങനെ കിണറ്റിന്റെ ആ പടവിന്റെ അകത്തേക്ക് അവിടേക്ക് ഇങ്ങനെ കയറി, കിണറ്റിൻ കരയിൻ്റെ അവിടേക്ക് കയറി. ഓക്കെ, विजय का ऐसा अनुभव उसे पहले न हुआ था. विजय का ऐसा अनुभव വിജയത്തിന്റെ ഇതുപോലുള്ള അനുഭവം ഉസെ പഹലെ ന ഹുവാ താ അവളുടെ ജീവിതത്തിൽ ഇതിനു മുൻപ് ഇത്രയും വിജയ സോപാനത്തിലേറിയ നിമിഷം ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഇത്രയും വലിയൊരു സക്സസ് ആയിട്ടുള്ള ഒരു സംഭവം ഗംഗയുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് അവൾ വിചാരിച്ചു. എല്ലാം ക്ലിയർ ആയി, ഇനി ഒരു പേടിയും പേടിക്കണ്ട, സക്സസ്. ഓക്കെ, കിണറ്റിന്ന് ഒരു ലേശം വെള്ളം എടുക്കാനുള്ള ബുദ്ധിമുട്ടാന്ന് ആലോചിച്ചാൽ മതിട്ടാ. ഓക്കെ, അപ്പം ഞാൻ ഈ പാരഗ്രാഫ് ഒന്നുകൂടി പറയാട്ടാ. ഈ പാരഗ്രാഫ് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ പെണ്ണുങ്ങളൊക്കെ പോയി. ഓക്കെ, അപ്പോൾ രണ്ടുപേരും വെള്ളം എടുത്തു പോയപ്പോൾ, ആ പെണ്ണുങ്ങളൊക്കെ വെള്ളം എടുത്ത് പോയപ്പോൾ ഗംഗി മരത്തിന്റെ ചുവട്ടിൽ നിന്ന് ഇറങ്ങി കിണറ്റിന്റെ കരയുടെ അടുത്തെത്തിയിട്ട് അങ്ങനെ നുണ പറഞ്ഞിരുന്ന ആളുകളൊക്കെ മടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഠാക്കൂറും വാതിലടച്ച് അതിന്റെ വീടിന്റെ അകത്ത് ഒരു നടുമുറ്റം പോലെ ഉണ്ട്, അവിടെ കിടക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഗംഗി എന്ന് വെച്ചാൽ ആ ഒരു ആശ്വാസത്തിൽ നെടുവേർപ്പെട്ടു. ഓക്കെ, അപ്പോൾ അവിടെ എങ്ങനെയൊക്കെയോ മൈതാനം വിജനമായി. ഏതോ കാലത്ത് അമൃത് മോഷ്ടിക്കാൻ പോയ രാജകുമാരൻ പോലും ഒരു പക്ഷേ ഇത്രയും ശ്രദ്ധയോടെ ചിന്തിച്ചുറപ്പിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടാവില്ല. അത്രയും ശ്രദ്ധയോട് കൂടിയിട്ടാണ് ഗംഗി അങ്ങോട്ട് പോയത്. ഗംഗി അമർത്തിയ കാൽവെപ്പുകളോടെ കിണറ്റിൻകരയിലേക്ക് കയറി. കാലിങ്ങനെ പതിച്ച് വെച്ചിട്ട് കിണറ്റിന്റെ കരയ്ക്ക് കയറി. ഇങ്ങനെ പൂച്ച നടക്കണ പോലെ ശബ്ദമില്ലാതെ. അങ്ങനെ ഇത്രയും ഒരു സക്സസ് ആയി, ഇത്രയും വിജയിച്ചിട്ടുള്ള ഒരു സംഭവം ഗംഗയുടെ ജീവിതത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. അത്രയും നല്ലൊരു അനുഭവമായിരുന്നു. ഓക്കെ, അങ്ങനെ തൊട്ടടുത്ത പാരഗ്രാഫിലേക്ക് നമുക്ക് പോകാം.
उसने रस्सी का फंदा गड़े में डाला. അവൾ കയറിന്റെ കുരുക്ക് കുടത്തിനിട്ടു. ഉസ്നെ രസ്സി കാ ഫന്ത, രസ്സി എന്ന് പറഞ്ഞ കയറ്, ഫന്ത എന്ന് പറഞ്ഞ കുരുക്ക്, ഗഡയമേ ഡാല കുടത്തിന്റെ കഴുത്തിലിട്ടു. കുടത്തിനൊരു ഇതുണ്ടാവില്ലേ, അതിൽ കയറിന്റെ കുടുക്കയിലിട്ടു. ദായേം ബായേം ചൗക്കന്നി ദൃഷ്ടി സെ ദേഖ, ഇടം വലം, ഇടതുവശത്തും വലതുവശത്തും ജാഗ്രതയുടെ കണ്ണുകളോടുകൂടി നോക്കി, ജാഗ്രതയോടുകൂടി നോക്കി, ആരെങ്കിലും വരുണ്ടോന്ന് ഒരിക്കൽ കൂടെ നോക്കി. ജൈസെ കോയി സിപ്പാഹി രാത് കെ ശത്രു കെ കിലേമേം സുരാഖ് കർ രഹാ ഹോ, അതായത് രാത്രിയിൽ ഏതോ ശത്രു പാളയത്തില്, നമ്മുടെ ബാഹുബലി സിനിമയില് പൽവാർ ദേവന്റെ കോട്ടയിൽ ബാഹുബലി കയറുന്ന സമയത്ത് ഇങ്ങനെ ശ്രദ്ധിച്ച് അങ്ങോട്ടും കൂടെ നോക്കിയിട്ട് ഇങ്ങനെ പോണ ഭാഗമല്ലേ, ഒരു വലിയൊരു പാത്രമൊക്കെ കത്തിക്കുന്ന ഒരു ഭാഗം ഫസ്റ്റ് സിനിമയിൽ. അതേപോലെയാണ് മൂപ്പരാള് ഈ കുടം കിണറ്റിലിട്ടുന്ന സമയത്ത് നോക്കിയത്. അഗർ ഈ സമയം വഹ് പങ്കട് ലീ കൈ, അഗർ ഈ സമയം, अगर नोटे, अगर इस समय वह पकड़ ली गई तो फिर उसके लिए माफ़ी या रियासत की रत्ती बर उम्मीद नहीं. ഇങ്ങനെയാണ് അഗർ ഈ സമയം വഹ് പക്കട് ലി ഗൈ, തോ ഈ സമയത്ത് അവളെ പിടിക്കപ്പെട്ടാൽ, അതാണ് പറയുന്നത് അഗർ ഈ സമയം. ഓക്കെ, ഈ സമയത്ത് അവൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ തോ ഫിർ ഉസ്കെ ലിയെ മാഫി യാ റിയായത്ത് കി രത്തി ബർ ഉമ്മീദ് നഹി, ഈ സമയത്ത് പിടിക്കപ്പെട്ട അവൾക്ക് മാപ്പിനോ ദയക്കോ അല്പം പോലും പ്രതീക്ഷ ഉണ്ടാവില്ല. കാരണം ഒരിക്കലും ഈ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയ്യോ സോറി, അയ്യോ വയ്യ, ഇതിന് വന്നാന്നൊന്നും പറഞ്ഞിട്ടുള്ള യാതൊരു ക്ഷമയും അവിടെ ഉണ്ടാവില്ല. എന്താ ഉണ്ടാവുക, അതാണ് മാഫി യാ റിയായത്ത് കി രത്തി ബർ ഉന്മീദ് നഹി. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവളെ സംബന്ധിച്ച് മാപ്പ് കിട്ടുമോ അതുപോലെ ദയക്കോ അല്പം പോലും പ്രതീക്ഷിക്കേണ്ടതില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയും ഉണ്ടാവില്ല എന്ന്. ഓക്കെ, അന്ത്മേ എന്ന് പറഞ്ഞ അവസാനം, ദേവതാവം കോ എന്ന് പറഞ്ഞ ദൈവങ്ങളെയെല്ലാം ദേവതകളെല്ലാം യാദ് കർക്കെ എല്ലാവരെയും ഒന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ഉസ്നെ കലേജ മസ്ബൂത്ത് കിയാ, ദൈവങ്ങളെ ഓർത്തിട്ട് അവൾ മനസ്സുറപ്പിച്ചിട്ട് കുടം എന്ത് ചെയ്തു, കലേജ മസ്ബൂത്ത് കിയ അവർ ഗഡയെ കൊയ്യമേ ഡാൽ ദിയ, ദൈവങ്ങളെയൊക്കെ വിചാരിച്ചിട്ട് ഇച്ചിര രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ആ കുടം വെള്ളത്തിലേക്ക് കിണറ്റിലേക്ക് ഇടാണ് എന്നിട്ട് പറയാം. അപ്പോൾ നമ്മുടെ ഗംഗി ആ കയറിന്റെ കുരുക്ക് കുടത്തിന്റെ കഴുത്തിലിട്ടിട്ട് ഇടതും വലതും ജാഗ്രതയോടെ സൂക്ഷിച്ചു നോക്കി. ഒരു സൈനികൻ രാത്രി ശത്രുവിന്റെ കോട്ടയിൽ കേറി പോകുന്ന പോലെയുള്ള ആ സമയത്ത് അതേപോലെ ശ്രദ്ധയിലാണ് ആൾ പോയി. ആ സമയത്ത് ഇപ്പൊ നമുക്കറിയാം ബാഹുബലി സിനിമ തന്നെ പറഞ്ഞ, ബാഹുബലി സിനിമയിൽ സമയത്ത് ആ പൽവാർ ദേവന്റെ കോട്ടയിൽ ബാഹുബലി കയറിയിട്ടുണ്ടെന്ന് അറിഞ്ഞ് ആളെന്നെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആൾക്കുടെ അവസ്ഥ എന്തായിരുന്നു, ആളെന്നെ എങ്ങനെയാണ് കൊല്ലുക അല്ലെ? അതേപോലെയുള്ള ഒരു മാപ്പോ അല്ലെങ്കിൽ ഇതൊന്നും കിട്ടില്ല, ആൾക്ക് ഒരു ദയം പ്രതീക്ഷിക്കണ്ട, അത്രയും ശത്രുക്കളോട് ചെയ്യണ പോലുള്ള കാര്യങ്ങളാണ് ചെയ്യുക. പക്ഷെ അപ്പോൾ ആളെന്ത് ചെയ്യുക, നമ്മുടെ ഗംഗി ദൈവങ്ങളെയൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് ആ കുടം കിണറ്റിലേക്ക് മെല്ലെ സൂക്ഷിച്ച് ഇറക്കി. അതാണ് ഈ പാരഗ്രാഫിൽ വരുന്നത്. ഓക്കെ, അടുത്ത 1-2 പാരഗ്രാഫോട് കൂടിയിട്ട്, അടുത്ത 3 പാരഗ്രാഫോട് കൂടിയിട്ട് നമ്മുടെ ക്ലാസ് കഴിയും കേട്ടോ. ഗഡേനെ പാനിമേം ഗോത്ത ലഗായ, കുടം വെള്ളത്തിൽ മുങ്ങാങ്കുഴിയിട്ടു. ഗഡേനെ പാനിമേം, ഗഡേനെ നെയ്ക്ക് അർത്ഥമില്ല, ഗ്രാമർ നമ്മൾ പറഞ്ഞു തരും, എപ്പോഴൊക്കെ നേ വരുന്നതെന്ന് വ്യക്തമായി പറയും, നോട്ട് ചെയ്യണം കേട്ടോ. ഗഡേനെ എന്ന് പറഞ്ഞ കുടം, പാനിമേം എന്ന് പറഞ്ഞ വെള്ളത്തില്, ഗോത്താലകായ എന്ന് പറഞ്ഞ മുങ്ങാങ്കുഴിയിട.
बहुत ही आहिस्ता, बहुत ही അഹിസ്ത, വളരെ മെല്ലെ, അല്പം പോലും ശബ്ദമുണ്ടായില്ല. ജറാബി എന്ന് മുങ്ങാങ്കൊഴിയിട്ടു. ജറാബി ആവാസ് നഹുയി. ജറ എന്ന് പറഞ്ഞാൽ അല്പം പോലും. ജറാബി അല്പം പോലും. ആവാസ് ശബ്ദം. നഹുയി അല്പം പോലും ശബ്ദം ഉണ്ടായില്ല. ഗംഗീനെ ദോ ചാർ ഹാത്ത് ജൽദി ജൽദി മാരെ. ഗംഗി ദോ ചാർ ഹാത്ത് 2-4 കൈ ജൽദി ജൽദി മാരെ. ഇങ്ങനെ ഈ വെള്ളം കിണറ്റിൽ നിന്ന് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ 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 പൊക്കാണ്. ഓക്കെ, അങ്ങനെ 2-4 വലി മുകളിലേക്ക് വലിച്ചു. ഗഡ കുയ്യേക്ക് മുഹത്തക്ക് ആ പഹുഞ്ച. ഗഡ കുയ്യേക്ക് മുഹത്തക്ക്. ഗഡ കുടം. കുയ്യേക്ക് മുഹത്തക്ക് കിണറിന്റെ ആ വായ വരെ, അല്ലെങ്കിൽ ആ ഓപ്പണിങ്, അതിന്റെ തുടക്കമുള്ള ഇതില്ലേ, വക്ക്, കിണറിന്റെ വക്ക് വരെ എത്തി. कोई बड़ा शाहजोर पहलवान भी इतनी तेजी से न खींच सकता था. कोई बड़ा शाहजोर पहलवान भी इतनी तेजी से न खींच सकता था. അതായത് ഏതെങ്കിലും ഒരു ശക്തനായ ഗുസ്തിക്കാരന് പോലും ഇത്ര വേഗത്തിൽ വലിക്കാൻ കഴിയുമായിരുന്നില്ല. അമ്മ അതിന് വലിയാണ് ആര് വലിച്ചിരുന്നത്? കുടം മുകളിലേക്ക്. നമ്മളുടെ ഗംഗി ഒക്കെ അവസ്ഥയൊക്കെ പിടിക്കപ്പെട്ടാൽ ഇത് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇത്രയും ശ്രദ്ധ. ഓക്കെ, ഒന്നുകൂടി ഞാൻ വായിച്ചുതരാം. അതിൻ്റെ അർത്ഥം: കുടം വെള്ളത്തിൽ മുങ്ങാൻ കുഴിയിട്ടു. മുങ്ങി മുങ്ങി ബിളു ബിളു ബിളു. ഓക്കെ, വളരെ മെല്ലെ മെല്ലെ, അല്പം പോലും ശബ്ദം ഉണ്ടായില്ല. ഗംഗി 2-4 കൈ വളരെ വേഗത്തിൽ തിടുക്കത്തിൽ വലിച്ചു. കുടം കിണറിന്റെ വക്കത്തെത്തി. ഏതെങ്കിലും ഒരു ശക്തനായ ഗുസ്തിക്കാരന് പോലും ഇത്രയും വേഗത്തിൽ വലിക്കാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെയാണ് ആള് വലിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ കഴിയാറായിട്ടാ പാഠം. ഓക്കെ, അവസാനത്തിന് തൊട്ട് മുമ്പത്തെ പാരഗ്രാഫ്. गंगी झुकी की गड्ढे को पकड़कर जगत पर रगे की एकाएक ठाकुर साहब का दरवाजा खुल गया. शोर का मुंह इससे अधिक भयानक न होगा. ഒന്നുകൂടി വായിച്ചുതരാം. ഈ പാരഗ്രാഫ് നിങ്ങൾ കാണാതെ പഠിക്കണം. गंगी झुकी की गड्ढे को पकड़कर जगत पर रगे की एकाएक ठाकुर साहब का दरवाजा खुल गया. शेर का मुंह इससे अधिक भयानक न होगा. शेर എന്നാണ് കേട്ടോ. ഓക്കെ, ഒന്നുകൂടി വായിക്കാം. गंगी झुकी की गड्ढे को पकड़कर जगत पर रखी की एकाएक ठाकुर साहब का दरवाजा खुल गया. शेर का मुंह इससे अधिक भयानक न होगा. ഗംഗി എന്ന് പറഞ്ഞാൽ ഗംഗി തന്നെ. झुकी की गड्ढे को पकड़कर. ഗംഗി ചുക്കിന പറഞ്ഞ കുനിയുക എന്നൊക്കെ അർത്ഥം. झुकी की गड्ढे को കുനിഞ്ഞിട്ട്, गड्ढे को पकड़कर കുടം പിടിച്ച്, ജഗത് पर रखे കിണറ്റിൻകരയിലേക്ക് വെക്കാൻ, രഖേക്ക് വെക്കുമ്പോഴേക്കും, ഏകായേക് അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ. ഏകായേക് എന്ന് പറഞ്ഞാൽ ആ മൂമെന്റിൽ കുടം പിടിച്ച് അതിന്റെ കിണറ്റിൻകരയിലേക്ക് വെക്കണ ആ മൂമെന്റിൽ, ആ സമയത്ത് ഏകായേക് ഠാക്കൂർ സാഹബ് കാ ദർവാസ ഖുൽ ഗയ. ഠാക്കൂറിന്റെ വീടിന്റെ വാതില് വലിയൊരു ശബ്ദത്തോടുകൂടി തുറന്നു. ഓക്കെ, शेर का मुंह इससे अधिक ഭയാനക ന ഹോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഹത്തിന്റെ വായ ഇതിനേക്കാൾ ഭീകരമായിരിക്കില്ല. അത് സിംഹത്തിന്റെ ഒരു അലർച്ച പോലെയാണ് ആ ശബ്ദം ആർക്ക് തോന്നിയിട്ടുള്ളത്? ഈ ഠാക്കൂറിന്റെ വീടിന്റെ വാതിൽ തുറന്നിട്ടുള്ളൊരു ശബ്ദം. ആ സമയത്ത്, കാരണം വാതിൽ തുറക്കുമ്പോൾ അത്ര ശബ്ദം ഉണ്ടാവില്ല,
ആ വാതിൽ തുറക്കുന്നത് ഒരു സിംഹത്തിന്റെ അലർച്ചയേക്കാൾ ഭീകരമായിട്ടാണ് ആർക്ക് തോന്നിയിട്ടുള്ളത്, ഗംഗയ്ക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഭയങ്കര പേടി, സ്ത്രീയാണ്, രാത്രിയാണ്, ഒറ്റയ്ക്കാണ്, അല്ലേ, അവിടെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത് എല്ലാ ദൈവങ്ങളും പ്രാർത്ഥിച്ചിട്ട് ജീവൻ പോകുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിച്ചു. ഓക്കെ, അപ്പൊ എന്ത് സംഭവിച്ചു? ഗംഗി കെ ഹാത്ത് സെ രസ്സി ചുട്ട് ഗൈ. ഗംഗിയുടെ ഹാത്ത് സെ കയ്യിൽ നിന്നും രസ്സി കയറ് ചുട്ട് ഗൈ വിട്ടുപോയി. കിണറ്റിന്റെ വെള്ളം കോരുന്നുണ്ടായിരുന്ന കരയിലെത്തിയതാണ്. ആ കയറ് വിട്ടുപോയുള്ള അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലൊന്ന് സങ്കല്പിച്ച് നോക്കുക. കാരണം വെള്ളം കംപ്ലീറ്റ് കരയ്ക്ക് എത്തി. ആ മുകളിൽ നിന്നാണ് ഈ കൈ വിട്ട് കഴിഞ്ഞാൽ വെള്ളം കിണറ്റിലേക്ക് വീണിട്ടുള്ള ഭീകരമായ ശബ്ദവും ഒക്കെ ഒന്ന് സങ്കല്പിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഭീകരത രാത്രിയിലാണെങ്കിൽ ശബ്ദം എവിടെ ഉണ്ടാവില്ല, നിശബ്ദതയായിരിക്കും, അല്ലേ. രസ്സി കെ സാത്ത് ഘടാ धड़ाम से पानी में गिरा. रस्सी के साथ പഠിപ്പിച്ചതാണ്. കെ സാത്ത് നമ്മൾ പഠിപ്പിച്ചെന്നുള്ളതാണ്. രസ്സി കെ സാത്ത് എന്ന് പറഞ്ഞ, രസ്സി എന്ന് പറഞ്ഞ എന്താണ്? കയറ്, അല്ലെ. കയറിനൊപ്പം ഘടാ കുടവും, ദഡാം സെ പാനി മേ ഗിര ശബ്ദത്തോടുകൂടി വെള്ളത്തിലേക്ക് വീണു. और कई क्षण तक पानी में हिल कोरे की आवाज़ें सुनाई देती रही. കുറച്ച് സമയം ആ വെള്ളത്തിലേക്ക് കുടം വീണില്ലേ, വെള്ളത്തിൽ പതിച്ചു. പല നിമിഷങ്ങളോളം വെള്ളത്തിൽ അതിന്റെ അലയൊലികൾ ഉണ്ടാവും. അങ്ങനെ ബ്ലും കുളും അങ്ങനെ പറഞ്ഞ ശബ്ദം ഉണ്ടാവില്ലേ വെള്ളത്തിന്റെ. അതായത് ഉയരത്തിൽ നിന്നുമാണ് കിണറ്റിലേക്ക് ആ കുടം, വെള്ളം നിറച്ചിട്ടുള്ള കുടം വെള്ളത്തിലേക്ക് വീഴുമ്പോൾ അതിന്റെ മുഴക്കം, അതിന്റെ അലയൊലി കുറെ നിമിഷം അവിടെ ഉണ്ടായി. രാത്രിയാണ്, അല്ലേ. ഠാക്കൂർ कौन है पुकारते हुए कुएं की तरफ आ रहे थे. ഠാക്കൂർ ആരാണ് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടുള്ള, ആരാവിടെ എന്ന് പറഞ്ഞവർക്ക് പുക്കാർത്തെ ഹുയെ വിളിച്ചു കൂവിക്കൊണ്ട് കുയേക്ക് തരഫ് ആ രഹേ തെ കിണറിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അവർ ഗംഗി ജഗത്ത് സെ കൂദ് കർ ഭാഗി ജാ രഹി थी. ഗംഗി കിണറിന്റെ അവിടെ നിന്ന് വിട്ടു ഓടി. അവിടുന്ന് ഓട്ടം. ഗംഗി ഓടിയ ഓട്ടത്തിൽ, ആ പോയ പോക്കിൽ അവിടെ എന്തും കൂടി മുളച്ചിണ്ടാവില്ല എന്ന് പറയും, പുല്ലും കൂടി മുളച്ചിണ്ടാവില്ല എന്ന് പറയാം. അമ്മാതിരി ഓട്ടാണ് ആരോടിണ്ടാവുക, ഗംഗി ഓടിണ്ടാവുക, അല്ലേ. ഗർ പഹുഞ്ച് കർ ദേഖാക്കി വീട്ടിലെത്തിയപ്പോൾ കണ്ടു. ജോക്കു ലോട്ട മുഹ്സെ ലഗായി വഹി മൈല ഗന്ദ പാനി പീ രഹാ ഹെ. ഗർ പഹുഞ്ച് കർ ദേഖാക്കി വീട്ടിൽ പോയപ്പോൾ കണ്ടത്. ജോക്കു ലോട്ട മുഹ്സെ ലഗായെ നമ്മുടെ ജോക്കു പാത്രം മുഖത്തോട് പിടിച്ച് വായിലേക്ക് വെച്ച്. വഹി മൈല ഗന്ധ പാനി പീ രഹാ ഹെ. ആ ദുർഗന്ധം വമിക്കുന്ന ആ ചീത്ത വെള്ളം കുടിച്ചു കൊണ്ടിരിക്കുന്നതാണ് ആര് കണ്ടത്? ഗംഗി കണ്ടത്. ഓക്കെ, അപ്പോ കയ്യിലുണ്ടായിരുന്ന കുടം പോയി, കയറും പോയി, അല്ലേ. ശരിക്കും ഈ പാഠം എന്ന് പറയുന്നത് ഇത്ര ഉള്ളൂ. ജോക്ക് വെള്ളം കുടിക്കാൻ നിന്നപ്പോൾ വെള്ളത്തിന് ദുർഗന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഞാൻ വേറെ വെള്ളം കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പോയി കുടം അങ്ങോട്ട് പോയി. ആ പോയ സമയത്ത് രാത്രിയിൽ വെള്ളം കോരുന്ന സമയത്ത് ഠാക്കൂറിന്റെ വീടിന്റെ വാതിൽ തുറന്നു. അപ്പോൾ പേടിച്ചു. ആ കുടവും ഇതൊക്കെ അതിൽ പോയി. ആള് പേടിച്ചുകൊണ്ട് വന്ന് നോക്കുമ്പോൾ ഈ വെള്ളം ആര് കുടിച്ചിട്ടുണ്ടായിരുന്നു? ചീത്ത വെള്ളം ആര് കുടിച്ചിട്ടുണ്ടായിരുന്നു? അപ്പോൾ ഒരു കുറച്ച് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ അനുഭവിച്ച ആ യാതനകളാണ് നമ്മളിതിലൂടെ പ്രേംചന്ദ് എന്ന കഥാകാരൻ. കാരണം ഒരു ശരിക്കും ഇത്രയുള്ളൂ, വെള്ളം കുടിക്കാൻ ആവശ്യം. അപ്പോൾ വെള്ളം ആവശ്യം വന്നപ്പോൾ വെള്ളം എടുക്കാൻ പോയി. ആ വെള്ളം കൊണ്ടുവരുന്ന ആ ചെറിയൊരു സന്ദർഭം, അതിൻ്റെ ഓരോ നിമിഷവും. കാരണം വെള്ളം എടുക്കാൻ കിണറ്റുപകരയിലേക്ക് പോകുമ്പോൾ ഈ ഗംഗയുടെ വിദ്രോഹി മനസ്സ്, ആ വിപ്ലവകാരിയായ മനസ്സ്, അതിൽ നിന്നുള്ള ചിന്തകൾ, അതുപോലെ തന്നെ അതിൽ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ എങ്ങനെ നീച ജാതിക്കാരായി പോയി, താഴ്ന്നവരായി പോയി, അവരെങ്ങനെ മേലാളന്മാരായി, കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അല്ലേ.
പിന്നെ ഒരാളെ അടിച്ച് ചോര തുപ്പി ആൾക്ക് ഇത് കിട്ടിയിട്ടില്ല. പിന്നെ സാഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ പറഞ്ഞു. പിന്നെ അപ്പോഴേക്കും വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പോരും കിണറിൻ്റെ അവിടേക്ക് എത്തിയപ്പോൾ 2 പെണ്ണുങ്ങൾ വന്നു. അപ്പോൾ പെണ്ണുങ്ങൾ തമ്മിലുള്ള സംസാരം അവർ ഠാക്കൂറിൻ്റെ വീട്ടിലെ ആളുകളുടെ ആ സ്വഭാവത്തെക്കുറിച്ച്, വെറുതെ ഇരിക്കാൻ സമയം തരില്ല, റെസ്റ്റ് ഇല്ല, ഇതേ ജോലി തന്നെ വേറെ സ്ഥലത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം കിട്ടുമായിരുന്നു, ഇവിടെ എത്ര ജോലി ചെയ്താലും അവർക്കൊരു സംതൃപ്തി ഇല്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അവർ പോയതിന് ശേഷം മൂപ്പരാൾ കുടത്തിൻ്റെ കഴുത്തിൽ കയറിട്ടിട്ട് എന്ത് ചെയ്തു, മെല്ലെ താഴത്തേക്ക് ഇറക്കി. ആ ഇറക്കണത് അതിൻ്റെ ശ്രദ്ധ ആരുടെ പോലെ ഉപമിച്ചിട്ടുള്ളത്, ഏതോ രാജകുമാരൻ അമൃത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ, കട്ടെടുത്ത് കൊണ്ടുവരാൻ വേണ്ടി നോക്കുമ്പോൾ അത്രയ്ക്കധികം പ്ലാനിങ്, അത്രയ്ക്കധികം കണക്കൂട്ടലുകൾ ആലോചിച്ചിട്ട് അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ അവൾക്ക് കൊണ്ടുവരുന്നുണ്ടായിരുന്നു അല്ലേ. പിന്നെ പറയാണ്, ഈ പ്രോസസ്സ്, ഈ വെള്ളം കൊണ്ടുവരുന്ന ഈ കാര്യം ഇതിൻ്റെ ഇടയിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ദയം അവരുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ്, അത്രയും റിസ്ക് പിടിച്ചൊരു പണിയാണ് ചെയ്യുന്നത്. പിന്നെ എന്ത് ചെയ്തു, അത് കാരണം ദൈവങ്ങളോട് പ്രാർത്ഥിച്ചിട്ട് മനസ്സിൽ അവരെന്നൊക്കെ വിചാരിച്ചിട്ട് മെല്ലെ വെള്ളം എടുക്കുന്നു. അങ്ങനെ വെള്ളം കോരി അല്ലേ. ആ സമയത്ത് ആളുടെ ഫീലിംഗ് എന്താ, ലോകത്തിലെ ഏറ്റവും വലിയ സക്സസ് ആയിട്ടുള്ള ആളാണ്, വിജയിച്ച ഒരു ഭാവമാണ്. പക്ഷെ ആ സന്തോഷം അധിക നേരം നീണ്ടുന്നില്ല. അങ്ങനെ വെള്ളം കോരി കിണറ്റിൽ കരയിലേക്ക് കുടം വന്നു. ആ കുടം പിടിച്ച് പക്കത്തേക്ക് വെക്കണ മോമെന്റിലാണ് പെട്ടെന്ന് വലിയ ശബ്ദത്തോട് കൂടിയിട്ട് ഠാക്കൂറിന്റെ വീടിന്റെ വാതിൽ തുറന്നപ്പോൾ ഈ ഒരു സ്ത്രീയാണ് അല്ലേ. പെട്ടെന്ന് മനസ്സ് പോയി, പേടിച്ചു. ആ പേടിയോട് കൂടിയിട്ട് എന്ത് ചെയ്തു, കൈ വിട്ടു. കുടം കിണറ്റിൽ ഒരു ഭീകര ശബ്ദത്തോട് കൂടിയിട്ട് ആ കുറേ സമയം അതിൻ്റെ അലയൊലികൾ ഇങ്ങനെ ഉണ്ടായിരുന്ന കിണറ്റില്. അപ്പോഴേക്കും ഠാക്കൂർ എന്ത് ചെയ്തു, ആരാവിടെ എന്ന് പറഞ്ഞു വരുമ്പോഴേക്കും ആ ഒരോട്ടം വീട്ടിലേക്ക് പെട്ടെന്നെത്തി. ഇങ്ങോട്ട് വന്നതിൻ്റെ ഒരു 10 ഇരട്ടി സ്പീഡിൽ അങ്ങോട്ട് എത്തിയിട്ടുണ്ടാവും. അവിടെ വീട്ടിൽ എത്തിയപ്പോൾ ഗംഗി കണ്ട കാഴ്ച എന്താണ്, ആ ദുർഗന്ധം വമിക്കുന്ന മലിനമായ ജലം ജോക്കു കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് കഥാസാരം. നല്ല രീതിയിൽ വായിക്കുക. ഞാൻ ഈ ഒരു ഭാഗം വളരെ സ്ലോവിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് തീരെ അറിയാത്ത ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം നല്ല രീതിയിൽ പാഠം വായിച്ച് നോക്കുക. ഓക്കെ.